ഗോപാലകൃഷ്ണൻ അങ്ങ് തൃശ്ശൂരാണല്ലോ ഇരിക്കുന്നത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രാവിലെ അരുവിത്തുറ വല്യച്ഛനെ കാണാൻ പോകുന്നു, പാലാപ്പള്ളിയിൽ പോകുന്നു, സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് പോയി ആർച്ച് ബിഷപ്പിനെ കാണുന്നു, ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനെ കാണുന്നു. അപ്പോൾ ഒരു അന്തർധാര അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന ദിവസം വർക്കൗട്ട് ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്ന് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം ചില സംസാരങ്ങൾ കേട്ടത്, ഞാനതിനെ ഓൺ ചെയ്യുന്നൊന്നുമില്ല. പ്രകാശ് ജാവ്ദേക്കർ ഇവിടുത്തെ ഇടതുമുന്നണിയോട് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇ.പി. ജയരാജനോട് ആവശ്യപ്പെട്ടത് തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ കേസുകളൊക്കെ നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞതായാണ്. ഞാനതിനെ ഓൺ ചെയ്യുന്നൊന്നുമില്ല. ഞാനിത് അത് അങ്ങനെ പറ്റില്ല എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. വാട്ടെവർ, തൃശ്ശൂർ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കുക എന്നുള്ളതാണോ അവസാന ദിവസത്തെ അല്ലെങ്കിൽ അവസാന നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അല്ല, ഞാൻ ആദ്യം താങ്കളുടെ ഇൻട്രോയിൽ അവസാന സമയത്ത് പൊട്ടുന്ന ബോംബുകൾ അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അവസാന സമയത്ത് പൊട്ടിയ ഒരു ബോംബിൽ അഭിലാഷിന് വേവലാതി ഉണ്ടോ? എനിക്ക് വേവലാതി ഒന്നുമില്ല. ഞാൻ എന്തിനാണ് ഇപ്പോൾ വേവലാതി ഉള്ളത്? അതുപോലെ ആയിരുന്നല്ലോ ആ ഇൻട്രോ. അല്ലെ, ഒരു ചെറിയ സംശയം, ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വേവലാതി ആ മുഖത്ത് കാണുന്നുണ്ട്. അല്ല, അതിപ്പോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേവലാതി ഉണ്ടാവേണ്ട കാര്യമാണ്. ഇന്നിപ്പോ നന്ദകുമാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാൻ നിന്നാൽ അതിൽ കുറെ വ്യക്തിഹത്യാപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് BJP ബാധിക്കും. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ഇന്ന് പോകണ്ട എന്നുള്ള, അത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നത് ഒരാളെ വിശ്വസിച്ച് നമ്മൾ അതും ഇതൊക്കെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ തോന്നുന്നു. ഞാൻ ആ ബോംബ് നേരെ ഇ.പി. ജയരാജനെതിരായതുകൊണ്ട് താങ്കൾക്ക് വേവലാതി ഉണ്ടോ എന്ന് താങ്കളുടെ മുഖത്തിലും പറച്ചലിലും ഒക്കെ തോന്നിയതുകൊണ്ട് പറഞ്ഞ, അങ്ങനെ ഇല്ലെങ്കിൽ നല്ലത്. അനിൽകുമാർ സംസാരിച്ചത് ഇ.പി. ജയരാജനെതിരെ മാത്രമല്ല, സകലയിടത്തും ബോംബ് വീണ അവസ്ഥയാണ്. അതൊക്കെ പൊട്ടാതിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കാന്നല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ പൊട്ടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇ.പി. ജയരാജൻ്റെ കാര്യത്തിൽ പൊട്ടിപ്പോയി തോന്നുന്നു. അതെന്തോ ചാമക്കാലം അറിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. ആ പോട്ടെ, അത് നമുക്ക് ശരി, താങ്കളുടെ വേവലാതി സാരമില്ല, സ്വാഭാവികമെന്ന് പറഞ്ഞ് ഞാനതിനെ വിടാം. പക്ഷേ എനിക്ക് 2019 കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ, കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്തു എന്ന് ഈ അനിൽ ഈ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം ഇവിടെ വന്നിരുന്നു പറയാമെന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര രസകരമായിട്ടുള്ള ഒരു പറച്ചിലാണ് അദ്ദേഹം പറഞ്ഞത്. BJP വിരുദ്ധമായിട്ട് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി അഭിലാഷ് അതിൻ്റെ വരികൾക്കിടയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ അർത്ഥം മനസ്സിലാക്കും. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി, രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും വോട്ട് ചെയ്തു എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും സകല ആളുകളും രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ച് പ്രധാനമന്ത്രിയാക്കാൻ വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. 2019 കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വോട്ട് ചെയ്തു എന്നാണ് ഈ മാതൃഭൂമിയുടെ ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞത്. അപ്പോൾ അനിൽകുമാറിനോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇപ്പോഴും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതല്ലേ? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനല്ലേ നിങ്ങൾ ഇപ്പോഴും വോട്ട് ചെയ്യുന്നത്? അല്ലാതെ ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കാനല്ലല്ലോ. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സീതാറാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കാനാണോ? എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. 543 ലോകസഭാ സ്ഥാനങ്ങളുള്ളതിൽ 10% പോലും മത്സരിക്കാത്ത നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സീതാറാം യെച്ചൂരിയെ, പ്രകാശ് കാരാട്ടിനെ പ്രധാനമന്ത്രിയാക്കാനാണോ അതോ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണോ? 2019 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നിങ്ങൾ വോട്ട് ചെയ്തു. അത് നിങ്ങളിവിടെ സമ്മതിച്ച, ഞാൻ പറഞ്ഞതല്ല. BJPയെ തോൽപ്പിക്കാൻ, ആ വാക്കാണ് ഉപയോഗിച്ചത്, BJPയെ തോൽപ്പിക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്തു, അവർക്ക് വലിയ വിജയമുണ്ടായി. അപ്പോൾ നിങ്ങൾ മത്സരിക്കുന്നത്, ഇപ്രാവശ്യവും മത്സരിക്കുന്നത്, അഭിലാഷെ ഇപ്രാവശ്യവും മത്സരിക്കുന്നത്, നിങ്ങൾ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് എന്ന് പറഞ്ഞാൽ, വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം രാത്രി നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ 2019 ചെയ്തതുപോലെ ചെയ്യും എന്ന ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് അല്ലേ നിങ്ങളിപ്പോൾ കൊടുത്തത്? രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അതാണ്. 2019 ചെയ്തതുപോലെ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു മുന വെച്ചുകൊണ്ട്, പോയിന്റ് വെച്ചുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇവിടെ സംസാരിച്ചത്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, വളരെ വ്യക്തം, ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഒരു ധാരണ, അന്തർധാരണ, വളരെ കൃത്യമായിട്ടുള്ള അന്തർധാര, ആ അന്തർധാര അനിൽകുമാറിൻ്റെ വായിലൂടെ വെളിയിൽ വന്നിരിക്കുന്നു. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ താങ്കൾ ചോദിച്ചത് എന്താ? സീറോ മലബാർ സഭയിൽ പോകുന്നുണ്ടോ? NSS ആസ്ഥാനത്ത് പോകുന്നുണ്ടോ? സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ അത് താങ്കളായാലും പോവില്ലേ? ഒരു മാധ്യമ മറ്റേ ചാനലിൻ്റെ ഉടമസ്ഥൻ കിണറ്റിൽ വരെ ഇറങ്ങി. പിന്നെ എല്ലാവരും പോവും, സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ സാമുദായിക അതുപോലെ മത നേതാക്കന്മാരെ
രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നവരെ ഒക്കെ എല്ലാവരും കാണും. സുരേഷ് ഗോപി ആയതുകൊണ്ട് കാണാൻ പാടില്ല, ബാക്കി ആളുകളെല്ലാം കാണാൻ പാടില്ല പോയിട്ടുണ്ട്. അല്ല കെ മുരളീധരൻ പോയത് നിങ്ങൾക്ക് പറഞ്ഞില്ല. ഇന്ന് കെ മുരളീധരൻ പോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ, അത് നിങ്ങൾ പറഞ്ഞില്ല. ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയിട്ടുണ്ട്, അത് പറഞ്ഞില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം മാത്രം ഉയർത്തി പറയുന്നത് ശരിയാണ്. അദ്ദേഹം സീറോ മലബാർ സഭയിൽ പോയി, അദ്ദേഹം സാമുദായിക മേഖലയിലുള്ള NSS ആസ്ഥാനത്ത് പോയി, അദ്ദേഹം SNDP സമുദായത്തിൻ്റെ ഉന്നതനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനുമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അദ്ദേഹം എല്ലാ ആൾക്കാരുമായി ബന്ധപ്പെടുന്നു. ഞങ്ങളെല്ലാവരെയും ഒരേപോലെ കാണുന്നു, എല്ലാവർക്കും ഒരേ നീതി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഞാൻ ഒരു വരിയിൽ തീർക്കാം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് താങ്കളെപ്പോലെയുള്ള ആളുകൾ പോലും, എന്ന് പറഞ്ഞാൽ അഭിലാഷിൻ്റെ ഒരു സർവേ ഞാൻ കണ്ടു. ആ സർവേയിലും അഭിലാഷ് പറയുന്നത് കേട്ടു, ഹെലികോപ്റ്റർ ദാ വരുന്നു, ദാ ഇറങ്ങി, ദാ 370 സീറ്റ് എന്നൊക്കെ പറഞ്ഞ് അഭിലാഷ് പോലും ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമായിട്ട് പറഞ്ഞതല്ല, അതൊരു ദേശീയ ഏജൻസി തയ്യാറാക്കിയ സർവേ ആണ്. ആ സർവേ അത് മാർച്ച് മാസത്തിലാണ്, മെയ് അവസാനം ജൂൺ വരെ തെരഞ്ഞെടുപ്പില്ലേ. ഞാൻ മാതൃഭൂമിയുടെ സർവേ പറഞ്ഞേ, അതിനകത്ത് നിങ്ങളാണ് പറഞ്ഞതെന്ന് മാത്രം. അപ്പൊ മാതൃഭൂമിയുടെ സർവേ വരെ പറഞ്ഞു, സർവേ എന്നല്ലേ ഞാൻ പറഞ്ഞത്, മാതൃഭൂമിയുടെ സർവേ വരെ പറഞ്ഞു. ഇന്ത്യയിലും ലോകത്തുള്ള എല്ലാ സർവേയും പറയുന്നു നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇവര് തമ്മിൽ തല്ലി കലഹിച്ച് നിൽക്കുമ്പോൾ എതിരില്ലാതെ BJP തെരഞ്ഞെടുക്കപ്പെടുന്നു. എതിരില്ലാതെ സ്വാഭാവികമായും തൃശ്ശൂരിന് ഒരു മന്ത്രിയായിട്ട് സുരേഷ് ഗോപി വരാൻ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു.